അശ്ലീല വീഡിയോകൾ പ്രചരിപ്പിച്ച കേസുകളിൽ വിചാരണ കോടതി ജഡ്ജിമാർ ദൃശ്യങ്ങൾ കണ്ട് ബോധ്യപ്പെടണമെന്ന് ഹൈക്കോടതി. തെളിവുകൾ നേരിട്ട് പരിശോധിച്ച് ബോധ്യപ്പെടാൻ വിചാരണ കോടതികൾക്ക് ചുമതലയുണ്ട്. ജസ്റ്റിസ് കൗസർ എടപ്പകത്ത് അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചിന്റേതാണ് നിരീക്ഷണം. ഉപഭോക്താക്കൾക്ക് നൽകാൻ അശ്ലീല വീഡിയോ കാസറ്റുകൾ കടയിൽ സൂക്ഷിച്ചു എന്ന കുറ്റത്തിന് പിടിയിലായ കടക്കാരനെ 27 വർഷത്തിന് ശേഷം കുറ്റവിമുക്തനാക്കിക്കൊണ്ടുള്ള ഉത്തരവിലാണ് ഹൈക്കോടതിയുടെ നിരീക്ഷണം. പിടിച്ചെടുത്ത വീഡിയോ കാസറ്റിൽ അശ്ലീല ദൃശ്യങ്ങൾ ഉണ്ടോ എന്ന് കേസ് പരിഗണിച്ച മജിസ്ട്രേറ്റ് സ്വമേധയാ കണ്ട് ബോധ്യപ്പെട്ടില്ല എന്ന വാദം അംഗീകരിച്ചാണ് നടപടി. സാക്ഷിമൊഴികൾ എത്രയുണ്ടെങ്കിലും തന്റെ മുൻപാകെ ഹാജരാക്കിയ തെളിവുകൾ നേരിട്ട് പരിശോധിച്ച് ഉറപ്പാക്കുക എന്നത് മജിസ്ട്രേറ്റിന്റെ ചുമതലയാണെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. 1997 കോട്ടയം കൂരോപ്പടിയിൽ ഹർജിക്കാരന്റെ ഉടമസ്ഥതയിലുള്ള കാസറ്റ് കടയിൽ നിന്ന് പോലീസ് 10 കാസറ്റുകൾ പിടിച്ചെടുക്കുന്നത്. പിടിച്ചെടുത്ത കാസറ്റുകളിൽ അശ്ലീലമുണ്ടെന്നായിരുന്നു കേസ്. തുടർന്ന് കോട്ടയം മജിസ്ട്രേറ്റ് കോടതി ഇയാളെ 2 വർഷം തടവിനും 2000 രൂപ പിഴയ്ക്കും വിധിച്ചു. വിധിക്കെതിരെ സെഷൻസ് കോടതിയിൽ അപ്പീൽ പോയെങ്കിലും ശിക്ഷ പകുതിയാക്കി കുറയ്ക്കുക മാത്രമാണ് ചെയ്തത്. തുടർന്നാണ് ഹർജിക്കാരൻ ഹൈക്കോടതിയെ സമീപിച്ചത്. അന്വേഷണത്തിനിടയിൽ തഹസിൽദാർ വീഡിയോ കാസറ്റുകൾ കാണുകയും ഇവയിൽ അശ്ലീല ദൃശ്യങ്ങളുണ്ടെന്ന് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ടെന്നും പ്രോസിക്യൂഷൻ അറിയിച്ചു. എന്നാൽ പിടിച്ചെടുത്ത വീഡിയോ കാസറ്റിൽ അശ്ലീല ദൃശ്യങ്ങൾ ഉണ്ടോ എന്ന് കേസ് പരിഗണിച്ച മജിസ്ട്രേറ്റ് സ്വമേധയാ കണ്ട് ബോധ്യപ്പെട്ടില്ല എന്ന ഹർജിക്കാരന്റെ വാദം കോടതി അംഗീകരിച്ചു. അതുകൊണ്ട് തന്നെ ആ കാസറ്റുകളിൽ അശ്ലീല ദൃശ്യങ്ങൾ ഉണ്ട് എന്നത് ഇന്ത്യൻ തെളിവ് നിയമം അനുസരിച്ച് നിലനിൽക്കില്ലെന്നും ജസ്റ്റിസ് കൗസർ എടപ്പകത്ത് വ്യക്തമാക്കി. തുടർന്ന് സെഷൻസ് കോടതി വിധി റദ്ദാക്കിയ ഹൈക്കോടതി ഹർജിക്കാരനെ കുറ്റവിമുക്തനാക്കി. ജനം, കൊച്ചി.